അങ്ങനെ നമ്മുടെ KFC ചിക്കൻ തയ്യാറായി കഴിഞ്ഞു. അവിടെയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് KFC ചിക്കനാണ്. ഇതിലേക്കായി ക്ലീൻ ചെയ്ത 10 കഷ്ണം ചിക്കനാണ്. ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, അഞ്ച് വെളുത്തുള്ളി ചതച്ചത്. ഇനി ഇത് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളിതെല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് എടുക്കാം. ഇനി ഇത് അടച്ചു വെക്കാം. ചിക്കൻ പീസ് എല്ലാം 1 hour ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ ഇടുക, 1 ടീസ്പൂൺ മൈദ ഇടുക. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നതിൽ ജ്യൂസ് ഉണ്ട്, അതിലെ വെള്ളം കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായ പൊടിയെടുക്കാം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുക. 3 ടേബിൾ സ്പൂൺ മൈദ എടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിടുക. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുക, കാശ്മീരി ചില്ലി പൗഡറാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, മസാലപ്പൊടി 1 ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്രൈ ചെയ്യുവാൻ വേണ്ടി ഒരു കടായി അടുപ്പിൽ വെക്കുക. ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്യാം. ചിക്കൻ എടുത്ത് ഈ ബാറ്ററിലൊന്ന് മുക്കുക. അതിനുശേഷം ഈ പൊടിയിലിടുക. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഇങ്ങനെ തേച്ച് ചിക്കൻ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞ് ചിക്കൻ ഇനി തിരിച്ചിടാം. ഹൈ ഫ്ലെയിമിലായിട്ടാണ് വേവിക്കുന്നത്. 7 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റോളം നമ്മളിത് വേവിച്ചെടുക്കണം. ഇവിടെ KFC ചിക്കൻ തയ്യാറായി കഴിഞ്ഞ് നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് പകർത്താം. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടുത്ത സെറ്റ് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കനും തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ KFC ചിക്കൻ രണ്ടാമത്തെ സെറ്റും തയ്യാറായി കഴിഞ്ഞു. ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് പകർത്താം. അങ്ങനെ നമ്മുടെ KFC ചിക്കൻ തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ കൂടെ ടൊമാറ്റോ സോസും മയോണൈസും കൂടെ കുക്കുംബറും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ചാനൽ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.